വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിലും നമ്മൾക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരുടെയും ബോഡി വെയിറ്റ് ലോസിനോടും വെയിറ്റ് ഗെയിനോടും ഡിഫറെൻ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് നമുക്ക് എന്തായാലും വേണം. അതുപോലെ തന്നെ ഒരു ജിം ട്രെയിനറുടെ ഹെൽപ്പ് വേണം. നമ്മുടെ ഡയറ്റീഷ്യൻ്റെയും ഹെൽപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഞാൻ 62.3 ആയിരുന്നു. 2025 ആയപ്പോഴത്തേക്കും ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും അത് 48 ആയിട്ട് വന്നു. 2026 ഇന്നത് 45 ആണ്. അപ്പം എല്ലാവരും കേൾക്കുന്ന പോലെ രണ്ട് തരത്തിലുള്ള ഒപ്പീനിയൻസ് ഞാൻ കേട്ടായിരുന്നു. കുറേ പേര് എനിക്ക് എന്തോ അസുഖമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കുറേ പേര് എന്നോട് കൺസിഡറേഷനുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, നീ ഫുഡ് കഴിക്കുക, സ്ട്രെസ്സാണ് എന്നൊക്കെ. നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഈ പറഞ്ഞ സെയിം ആൾക്കാർ തന്നെ നമുക്ക് ഇത്തിരി സൈസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അനങ്ങാതിരിക്കുക എന്നൊക്കെയാണ് പറയുള്ളൂ. അപ്പം ആരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഗവനിക്കാതിരിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഡോക്ടറുടെ ഡയറ്റീഷ്യൻ്റെയും അതുപോലെ തന്നെ ജിം ട്രെയിനറുടെ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുക.